ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു ചട്നി ഉണ്ടാക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് മുളക് എടുത്തിട്ടുണ്ട്. മുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാം. ഇത് ഞാനൊരു ബേഡിക്കി എന്ന് പറഞ്ഞ മുളകാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ ചുളിഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഇതാകുമ്പോൾ കളറും ഉണ്ടാവും, എരിവും ഉണ്ടാവും. കൂടുതൽ എരിവില്ല, പക്ഷേ എന്നാലും ആവശ്യത്തിനുള്ളത് ഉണ്ടാവും. ഇത് ഞാനൊരു 10-12 എണ്ണം, ചെറുതും വലുതായിട്ടൊരു 15 എണ്ണം ഉണ്ട്. പിന്നെ അതിലേക്കൊരു 2 സ്പൂൺ ഉഴുന്ന് പരിപ്പുണ്ട്. പിന്നെ ഒരു നാളികേരം എടുത്തിട്ടുണ്ട് ഇതിലേക്ക്. ഇത് ഉണങ്ങിയ, അതായത് കൊപ്രയല്ല, പക്ഷെ ഞങ്ങൾ പൊട്ടിച്ച് നോക്കിയപ്പോൾ വെള്ളം വറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതുകൊണ്ട് ചട്നി ഉണ്ടാക്കി വയ്ക്കാമെന്ന്. അപ്പോൾ അത് പിന്നെ കുറച്ച് കോൽപ്പുളി വേണം, വാളംപുളി എന്ന് പറയുന്നതാണ്, സാമ്പാറിലൊക്കെ ഇടുന്ന പുളി വേണം. പിന്നെ ഇതിലേക്ക് ഞാനൊരു 12 ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു സ്പൂൺ ഇഞ്ചി ചെറിയ കഷ്ണമാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് വേപ്പില. ഇത്രയും സാധനങ്ങളെ വേണ്ട. പിന്നെ ഉപ്പ് ആവശ്യത്തിനിടുക. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഉഴുന്ന് പരിപ്പ് ഇതിലേക്ക് ഇടാം. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഞാൻ. കുക്കിംഗ് ഓയിൽ ഏതായാലും എടുക്കുക, പക്ഷേ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാൽ കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഇതൊന്ന് ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ നമുക്ക് നാളികേരം ഇടാം. നാളികേരം, ഉള്ളി, ഇഞ്ചി അതെല്ലാം ഒന്നിച്ചിടാം നമുക്ക്. ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. പിന്നെ ഉഴുന്നിൻ്റെ ഒരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നാളികേരം ഇടാം. ഗ്യാസ് വേണമെങ്കിൽ മീഡിയത്തിൽ വയ്ക്കാം, മീഡിയം ഫ്ലെയിമിൽ. ഇത് നോൺ സ്റ്റിക്ക് അല്ലാത്ത കാരണം ചിലപ്പോൾ അങ്ങനെ നാളികേരം ഇടുമ്പോൾ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചിട്ടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് അടിയിൽ പിടിക്കേണ്ട ഒരു ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഗ്യാസ് ചെറുതാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി ഇടാം. ഉള്ളിയും ഇഞ്ചിയും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ വേപ്പില ഞാൻ 4 തണ്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾ 5-6 തണ്ട് എടുത്താലും കുഴപ്പമില്ല. ഇനി ഈ ഉള്ളിയും നാളികേരമൊക്കെ ഒന്ന് മൂക്കും. അപ്പോൾ നമുക്ക് നല്ലോണം മൂക്കണതിന് മുന്നേ, അതായത് ബ്രൗൺ കളറൊന്നും ആവണ്ട, വെള്ളമൊക്കെ ഒന്ന് വറ്റിയാൽ മതി അതിൻ്റെ. അപ്പോൾ നമുക്ക് ഈ മുളക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ പൊടിക്കുമ്പോൾ അത് ചട്നി ഉണ്ടാക്കുമ്പോൾ ഇട്ടാൽ മതി. ഈ മുളകിട അതിൽ. എല്ലാം കൂടെ നന്നായി ഇളക്കി ഈ മുളകൊക്കെ ഒന്ന് എന്താ പറയുക, അതിൻ്റെ പച്ചക്കുത്തൊന്ന് പോകണം. അതുവരെ ഒന്ന് ചെറിയ തീയിലൊന്ന് വറുത്തുകൊണ്ടിരിക്കുക. കൂടി ചൂടാക്കൊന്നും വേണ്ട. അതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെന്ന് തോന്നണമെങ്കിൽ നിങ്ങൾ ഇട്ടാൽ മതി. അല്ലെങ്കിൽ പിന്നെ അരയ്ക്കുമ്പോൾ അരയ്ക്കല്ല, ചെറുതാക്കിയിട്ട് തരിതരിയായിട്ട് എടുക്കുക. വെള്ളം കൂട്ടാതെ പൊടിക്കണം. ഉള്ളി അതുപോലെ തന്നെ ഇതൊക്കെ ഒന്ന് വറ്റണം, അതിൻ്റെ വെള്ളം. അല്ലെങ്കിൽ പിന്നെ പുറത്ത് വെക്കണി ചിലപ്പോൾ പെട്ടെന്ന് കേടാവും. അപ്പോൾ നന്നായി ഒന്ന് വെള്ളമൊക്കെ വലിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നാൾ പുറത്ത് വയ്ക്കാം. ഇതിപ്പോൾ ഇഡ്ഡലിയിലേക്കോ ദോശയിലേക്കോ അതോ ചോറിലേക്കോ ഒക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു ചട്നിയാണിത്. നല്ല ടേസ്റ്റുള്ള ചട്നിയാണ്. അതിന് ചൂടാറുമ്പോൾ നമുക്കിത് പൊടിച്ചെടുക്കാം. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുന്നുണ്ട്. ഇനി ചീനച്ചട്ടിയിൽ ഇരുന്ന് ഒന്നും കൂടി ഒന്ന് വലിഞ്ഞോളത്. അപ്പം നമ്മുടെ ചട്നി ശരിയായിട്ടുണ്ട്. ഇതങ്ങനെ തരിതരിയായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇതിൽ ഞാൻ 1 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട്. ഇതിലത്തെ എരിവും ഉപ്പ് പുളി അതെല്ലാം ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് 1 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്.
അതും കൂടി ഇടുമ്പോൾ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എന്നെ പ്രൊമോട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. താങ്ക് യു.